ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ലോങ് വീഡിയോ ആണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് കാപ്പി ഉണ്ടാക്കണം, കറി ഉണ്ടാക്കണം, അടുക്കള ജോലി തന്നെയാണ് മുഖ്യം. എണീറ്റ് വന്നിട്ട് ഇതാണ് നമ്മൾ ദിവാസ്വപ്നമൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുക. എങ്ങനെ ടൈം കിട്ടുന്നതെന്നായിരിക്കും. വെക്കേഷനൊക്കെ അല്ലേ, ഇത്തിരി സ്വപ്നമൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാം. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോ ആയിരിക്കുമല്ലോ. അങ്ങനെ എണീറ്റ് വന്നിട്ട് നമ്മൾ വെള്ളത്തിനകത്ത് നമ്മൾ മീൻ അപ്പോഴേ എടുത്തങ്ങിടും. മീൻ ഇട്ടിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചങ്ങിടും. അപ്പോഴത്തേക്കും അത് കിടന്ന് തണുത്ത് കാപ്പിയുടെ കാര്യമൊക്കെ സെറ്റ് ആകുമ്പോഴത്തേക്കും അത് ഐസ് കട്ടയൊക്കെ മാറിക്കിടക്കും. ഞാൻ എണീറ്റിട്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കും. അത് കഴിഞ്ഞിട്ട് നമുക്കിത് സിലിണ്ടറിൻ്റെ ഞാൻ എപ്പോഴും കുറ്റി ഓഫാക്കിയിട്ടേ കിടക്കത്തുള്ളൂ. അത് എനിക്ക് എപ്പോഴും ഒരു പേടിയുള്ളൊരു കാര്യമാണ്. ഞാൻ എപ്പോഴും 2 പ്രാവശ്യമെങ്കിലും തലേന്ന് കിടക്കുന്നതിന് മുന്നേ ഉറപ്പാക്കിയിട്ട് ഞാൻ കിടക്കാറുള്ളൂ അത് ഓഫാണോ എന്നുള്ളത്. പിന്നെ ഇന്ന് നമ്മൾ തലേന്ന് അരിയൊന്നും വെള്ളത്തിൽ ഇടാത്തതുകൊണ്ട് ദോശ അപ്പത്തിനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം എന്തുണ്ടാക്കണം. പക്ഷേ അതിൻ്റെ മാവൊന്നും ഇല്ലാത്ത പക്ഷം നമുക്ക് എന്തുണ്ടാക്കണമെന്നുള്ള ടെൻഷനൊക്കെ എനിക്ക് എപ്പോഴും വരും. അപ്പോൾ ഒന്ന് ഞാൻ പുട്ടുണ്ടാക്കും, അല്ലെങ്കിൽ കൊളക്കട്ട ഉണ്ടാക്കും, അല്ലെങ്കിൽ ഗോതമ്പ് ദോശ ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് ദോശയാണ്. അങ്ങനെ ഗോതമ്പ് ദോശ ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റിയില്ല. ഒരു ഫോർക്ക് കണക്കത്തൊരു സംഭവമില്ല, ഒരു ഉരുണ്ടിരിക്കുന്നുണ്ട്. കറക്റ്റ് പേര് എനിക്കറിയാൻ വയ്യ. അത് വെച്ചാണെങ്കിൽ നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് കുഴയ്ക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ വരും. അതാണെങ്കിൽ മോൻ എടുത്ത് കൊണ്ടുപോയി അടിച്ചടിച്ചത് മൊത്തവും ചീത്തയാക്കി. അപ്പം ഈ ഒരു തവി കൊണ്ട് കുഴയ്ക്കുമ്പോഴത്തേക്കും കട്ടയായിട്ട് വരും. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ കുഴച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളെപ്പോഴും കോമ്പിനേഷൻ ഞാൻ ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ ചമ്മന്തിക്കറി ആയിരിക്കും. എന്തൊക്കെയായാലും ഗോതമ്പ് ദോശ ചമ്മന്തിക്കറിയും ആ ഒരു സ്റ്റൈലിലായിരിക്കുമല്ലോ എല്ലാവരുടെ വീട്ടിലും പോകുന്നത്. പിന്നെ അതിൻ്റെ കൂടെ വേറെ വല്ല കറിയും ചേരുമോ എന്ന് എനിക്കറിയാൻ വയ്യ. പിന്നെ നമുക്ക് തേങ്ങ വേണം. അപ്പോൾ തേങ്ങ ചമ്മന്തിക്കറി അരയ്ക്കാനായിട്ട് പോയപ്പോഴത്തേക്കും തേങ്ങയില്ല. അങ്ങനെ അമ്മയുടെ അടുത്ത് നിന്ന് പോയി തേങ്ങ എടുത്തത് ഈ സാധനത്തിൽ പൊതിക്കുന്നത്. ആദ്യമൊന്നും എനിക്കിതിനകത്ത് പൊതിക്കാനേ അറിഞ്ഞുകൂടാ. നിങ്ങൾ കാണുന്ന പോലെ ഒന്നുമല്ല, ഇത്തിരി പ്രയാസമാണ്. പക്ഷേ ചേട്ടൻ ഇതിനകത്ത് പൊതിക്കാൻ ചേട്ടൻ അറിഞ്ഞൂടാ. ചേട്ടൻ മറ്റേ കത്താൾ കൊണ്ടിട്ട് വെട്ടും. ഇനി കത്താൾ കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ ഒറ്റ വെട്ടിന് തേങ്ങ തെറിച്ച് പോകും എൻ്റെ കയ്യിൽ നിന്ന്. എനിക്കതിനകത്ത് വെട്ടാറുണ്ട്. പക്ഷേ ഇതിനകത്ത് ഞാൻ പൊതിക്കുമ്പോഴത്തേക്കും നമുക്ക് പെണ്ണുങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് പൊതിച്ചെടുക്കാൻ എളുപ്പമാണെന്ന് തോന്നുന്നു. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും പിന്നീട് എനിക്കതിനകത്ത് പൊതിക്കാൻ പറ്റി. പക്ഷേ ഒരു പ്രാവശ്യം ചേട്ടൻ ഇത് ഞാൻ പൊതിക്കുന്ന കണ്ടതിന് ശേഷം പിന്നെ ചേട്ടൻ്റെ അടുത്ത് ഇതുവരെ എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല. ചേട്ടാ ഒന്ന് തേങ്ങ പൊതിച്ച് തരുമോ എന്ന് ഇതുവരെ ചോദിക്കാൻ പറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ ഇതിനകത്ത് തേങ്ങ പൊതിക്കുന്ന ചേട്ടൻ കണ്ട്. പിന്നെ തേങ്ങാ വെള്ളം നമ്മളൊരു വെള്ളം പോലും ഞാൻ കളയത്തില്ല. ഞാൻ ഈ തേങ്ങാ വെള്ളം എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുടിക്കും. പിന്നെ ഞാൻ തേങ്ങ പൊടിച്ചപ്പോഴത്തേക്കും അഴുക്ക വെള്ളത്തിലോട്ട് എൻ്റെ തേങ്ങ തെറിച്ച് പോയി കൈസ്. അങ്ങനെ അത് ഞാൻ നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തേങ്ങാക്കറിക്കുള്ളതാണ്. തേങ്ങക്കറി എന്ന് വെച്ചാൽ നമ്മൾ ചമ്മന്തിക്കറിക്കുള്ള തേങ്ങ. അങ്ങനെ ചമ്മന്തിക്കറിയൊക്കെ അരച്ച് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പൊതിച്ചുകൊണ്ട് വന്ന തേങ്ങാ വെള്ളമൊക്കെ നല്ലതുപോലെ കുടിക്കുന്നുണ്ട്. പണ്ടൊക്കെയെന്ന് വെച്ചാൽ ഞാൻ ഈ തേങ്ങാ വെള്ളം എടുത്ത് കളയത്തതേ ഉള്ളായിരുന്നു കേട്ടോ. പിന്നെയാണ് നമുക്ക് ഈ അടുക്കളയിലൊക്കെ നിന്ന് വരുമ്പോഴത്തേക്കും നല്ല ക്ഷീണമൊക്കെ തോന്നും. പിന്നെ അതുമല്ല, വെറും വയറ്റിൽ തേങ്ങാ വെള്ളം കുടിക്കുന്നത് സൗന്ദര്യത്തിന് നല്ലതാണെന്ന് ആരോ പറഞ്ഞ് എവിടെയോ ഞാൻ കേട്ടിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പിന്നെ തേങ്ങാ വെള്ളം മിസ് ചെയ്തതില്ല. ചില തേങ്ങയുടെ വെള്ളം വരുമ്പോൾ കെട്ട വെള്ളമായിരിക്കും, അത് ഞാൻ കുടിക്കാറില്ല. അതിനകത്ത് ഒരുമാതിരി ടേസ്റ്റ് കാണും. പക്ഷേ ഇപ്പം തേങ്ങ അടത്തി കഴിഞ്ഞുള്ള വെള്ളം ഉണ്ടല്ലോ, ഇപ്പോൾ തേങ്ങ അടത്തിയിട്ട് പിറ്റേന്നുള്ള വെള്ളമൊക്കെ ആകുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അത് കിടന്ന് വരുമ്പോഴത്തേക്കും ഒരുമാതിരി സ്മെല്ല് വരും. തേങ്ങ വെള്ളത്തിനകത്തൊരു ഒരുമാതിരി ഒരു ചെവപ്പ് വരും. അത് ഞാൻ കുടിക്കാറില്ല. പിന്നെ ഓരോ ജോലിക്കും അതിൻ്റേതായ മെനക്കേടുള്ള കണക്ക് രാവിലെ അടുക്കളയിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ പാത്രമെല്ലാം ഒരു സൈഡിലോട്ട് അടുക്കി വെക്കണം. അടുക്കള ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ ഗ്യാസ് അടുപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2-3 പ്രാവശ്യം അത് അടിച്ചെങ്കിൽ മാത്രമേ അത് കത്തി വരുത്തുള്ളൂ. അത് ചെറുതായിട്ട് കത്തും. നമ്മൾ പാത്രം വെക്കുമ്പോൾ അത് ആളിക്കത്തും. അത് എന്തൊരു അടുപ്പാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അതെന്ത് വല്ല ഹൈടെക് അടുപ്പാണോ എന്ന് എനിക്കറിയാൻ വയ്യ. ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. അങ്ങനെ നമ്മൾ ചട്ടി വെച്ച് കടുകിട്ട്, പിന്നെ എൻ്റെ കയ്യിൽ അന്ന് മേടിച്ച മുളകിൻ്റെ കുറച്ചിനെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കടുക് വറുക്കുമ്പോൾ ഇടാൻ. കടുക് വറുക്കുമ്പോൾ ഒരു താളിക്കുമ്പം നല്ലൊരു രസമാണ്. നല്ലൊരു ഗാർണിഷൊക്കെ ആയിട്ട് കിടക്കുന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ചമ്മന്തിക്കറിയെല്ലാം സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ കറി ആദ്യം വെച്ച് കഴിഞ്ഞാൽ ചേട്ടനിപ്പോൾ വന്നു കഴിഞ്ഞാലും ദോശ ചൂടോട് കൂടി നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായിരിക്കും എളുപ്പം. ഞാൻ അങ്ങനെയാണ് ചെയ്തു വരുന്നത്. പിന്നെ ചേട്ടൻ അതെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും തലേന്ന് നമ്മൾ ചക്ക ഞാനും അമ്മയും കൂടെ വെട്ടിപ്പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാണെങ്കിൽ അമ്മ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ചക്ക വേവിച്ചോ ഞാൻ പറഞ്ഞില്ലെന്ന്. അങ്ങനെ എന്തൊക്കെയായാലും അമ്മ വന്ന് പറഞ്ഞ് അമ്മ കുറച്ച് തേങ്ങ തിരുവി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ കുറച്ച് തേങ്ങ തിരുവിയാണ്. ചക്കയെല്ലാം വേഗം എടുത്ത്, ഈ ചക്ക ഞാൻ നേരത്തെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് താത്തു വെച്ചായിരുന്നു കേട്ടോ. അങ്ങനെ ചക്ക എടുത്തിട്ട് അത് കുറേ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കി നമ്മൾ കുക്കറിനകത്തോട്ട് ഇട്ട് വെച്ച്, പിന്നെ അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട്, അത് ഒരുമിച്ച് അരയ്ക്കണം, മറ്റേ ജീരകം
കടുകല്ല ജീരകവും കുരുമുളകും കൂടെ ഒരുമിച്ച് അരയ്ക്കണം. അപ്പം ഞാനെല്ലാം കൂടെ ഒരുമിച്ചിട്ടേ അരയ്ക്കാറുള്ളൂ. അമ്മ പറയുന്ന ജീരകവും മറ്റേ വെളുത്തുള്ളിയും ഈ കുരുമുളകും എല്ലാം കൂടെ അത് വേറെ ഇട്ട് അരയ്ക്കണം. ഞാൻ ഇതെല്ലാം കൂടെ ഈ നമ്മൾ തേങ്ങയ്ക്കകത്ത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് അരയ്ക്കത്തതേ ഉള്ളൂ. അങ്ങനെ അരച്ചിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ ഈ കുക്കറിൻ്റെ മേളിൽ എന്ന് വെച്ചാൽ ഇളക്കരുത്. കുക്കർ ഇളക്കി കഴിഞ്ഞാൽ ഈ അരപ്പായതുകൊണ്ട് ചെവിട്ടി പിടിക്കും. അതുകൊണ്ട് ഞാൻ അരയ്ക്കാതെ ഞാൻ ഇതെല്ലാം കൂടെ മേളിലിങ്ങനെ പൊത്തി വാരി ഇങ്ങനെ വെച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും. ആവശ്യത്തിന് അതിൻ്റെ അളവൊന്നും എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ആക്കി വെച്ചിട്ട് അത് ഒരു 2 വിസിൽ കേൾപ്പിക്കും. ചക്കക്കുരും കൂടെ ഉള്ളതുകൊണ്ട് 2-3 വേവിക്കാൻ പറ്റും. അപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു അമ്മ നുള്ളി തരാമെന്ന് പറഞ്ഞു. അത് കാര്യമായി. ഇനി കൊഞ്ച് നുള്ളാനൊക്കെ ഭയങ്കര പാടാണ് ഗൈസ്. അതെന്തൊക്കെയാലും വലിയ ആശ്വാസമായി. അങ്ങനെ അമ്മ കൊഞ്ച് നുള്ളുന്ന സമയം കൂടി ഞാൻ വിചാരിച്ച് കൊഞ്ച് കറി നമുക്ക് വറുത്തരച്ച് വെക്കാമെന്ന് വെച്ച്. പിന്നെ വറുത്തരച്ച് വെക്കാനായിട്ട് തേങ്ങയാണെങ്കിൽ 2 ഉണക്ക തേങ്ങ ഉണ്ടായിരുന്നു. ആ 2 തേങ്ങയും കൂടെ ഞാൻ പൊട്ടിച്ചിട്ട് അത് തിരുവുമ്പോഴത്തേക്കും വലിയ കഷ്ണങ്ങൾ വന്ന് വീഴും. അതുകൊണ്ട് ഞാൻ അതൊന്ന് മിക്സിയിൽ അടിച്ചിട്ട് വറുക്കാമെന്ന് വെച്ച്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ചക്കയ്ക്കകത്ത് ഫിസിൽ ചെയ്തിട്ട് അപ്പോൾ അതിനകത്ത് കടുകും കൂടെ വറുത്തൊഴിച്ചിട്ട് ആ സമയം കൊണ്ട് മറ്റേൻ്റെ തീ നമ്മൾ കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോകും. ഈ സമയത്ത് എൻ്റെ തേങ്ങ അടുപ്പത്തിരിക്കുകയാണ് വറുക്കാനുള്ള. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് നമ്മൾ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞിട്ട് ചക്കയെ നല്ലപോലെ കടുകൊക്കെ വറുത്ത് ഉടച്ച് വെച്ചതിന് ശേഷം അമ്മ കൊഞ്ച് നുള്ളിക്കൊണ്ട് തന്നായിരുന്നു. അങ്ങനെ കൊഞ്ചാണെങ്കിൽ അതിനുള്ള അരപ്പ് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും ബാക്കിയുള്ള മസാലകളും എല്ലാം കൂടെ ചേർത്ത് പേസ്റ്റ് ആക്കിയിട്ട് അതിനെ നല്ലപോലെ പെരട്ടിയിട്ട് ഞാൻ ഫ്രിഡ്ജിനകത്തോട്ട് ഒരു 10 മിനിറ്റ് വെക്കാമെന്ന് വെച്ചാൽ അപ്പോൾ അതിനകത്തൊക്കെ അരപ്പ് നല്ലതുപോലെ പിടിച്ചിരിക്കും. പിന്നെ അമ്മ വന്ന് ഈ തേങ്ങ വറുത്തതെല്ലാം കൂടെ ഇളക്കി തന്നിട്ടോ. ഇളക്കി തന്ന് ഒരുമാതിരി ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തോട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടി ഇട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നല്ലപോലെ ചൂടാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മളെ ചമ്മന്തിപ്പൊടി അവിടെ റെഡിയായി. പിന്നെ നമ്മൾ ഈ കടുവല്ല ചട്ടി വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് തെറ്റിപ്പോകുന്നു ഗൈസ്. ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടുള്ള ഒരു ഇതാണ്. പിന്നെ ഇടയ്ക്ക് വെച്ച് താണ്ട ബിജുവണ്ണം വന്നായിരുന്നു പാരിപ്പള്ളിയിൽ. അങ്ങനെ ബിജുവണ്ണായിട്ട് സംസാരിച്ച് നാരങ്ങ വെള്ളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ചോദിച്ച് അണ്ണാ ഫുഡ് കഴിച്ചിട്ട് പോവാം. അങ്ങനെ അണ്ണൻ പറഞ്ഞ് അണ്ണൻ പഴഞ്ചോറ് കണ്ട് കഴിച്ചിട്ട് വന്നേ, ഫുഡ് എന്തൊക്കെയാലും കഴിക്കാൻ പറ്റത്തില്ല മോളെ, വയറ് നിറഞ്ഞിരിക്കാമെന്ന് വെച്ചു. അപ്പോൾ എന്തോ ചെയ്യാനാ, പിന്നെ നാരങ്ങ വെള്ളമൊക്കെ കൊടുത്തിട്ട് പറഞ്ഞയച്ച്. പിന്നെ നമ്മൾ ചട്ടി വെച്ചിട്ട് പറയാൻ വിട്ടുപോയതാണ്. ചട്ടി വെച്ചിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് പിന്നെ അതിനകത്ത് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് പിന്നെ കുഞ്ഞുള്ളിയൊക്കെ ഇട്ട് നല്ലപോലെ വറുത്ത് വയറ്റി എടുത്തിട്ടാണ് നമ്മൾ കൊഞ്ച് അതിനകത്തോട്ട് തട്ടിയിട്ടത്. പിന്നെ അതിനുശേഷം നമ്മൾ ഈ അരപ്പുണ്ടല്ലോ വറുത്തരച്ച, അതിനകത്ത് നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ചേർക്കണ്ട. നമ്മൾ അതിനകത്ത് മുളക് പൊടി ഇട്ടല്ലേ വറുത്തത്. അപ്പോൾ അത് കണക്ക് നമ്മൾ നല്ലപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കണം. പിന്നെ കുറച്ച് മോര് കാച്ചാന്ന് വെച്ച് ഇങ്ങനെ പുതിയ ഭരണിക്കകത്തോട്ട് ഞാൻ ഉപ്പൊക്കെ അങ്ങോട്ട് തട്ടിയിട്ട് മോരും കാച്ചാനായിട്ട് അതിനുള്ള അരപ്പുകളൊക്കെ അരയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. മോര് റെഡിയാക്കി. പിന്നെ ആ കടുക് വറുത്ത പാത്രത്തിൽ തന്നെ മോരിനുള്ള കടുവും കൂടെ വറുക്കാമെന്ന് വെച്ച് ലാസ്റ്റാണ് ഞാൻ ചോറ് വെക്കുന്നത് കേട്ടോ. ചോറ് വെക്കുന്നത് ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞാൻ ലാസ്റ്റാണ് ചോറ് വെക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ അടുക്കള നല്ലപോലെ വൃത്തിയായി തൂത്ത് അങ്ങോട്ട് മാറ്റി കഴിയുമ്പോൾ നല്ല ആശ്വാസമാണ്. പിന്നെ അടുക്കളയെല്ലാം നല്ല വൃത്തിയാക്കി തൂത്ത് തുടച്ചൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതാണ് ഞാൻ വിചാരിച്ച് വീട്ടിൽ എന്തൊക്കെയായാലും ഇത്രയും ഉണ്ടാക്കിയതല്ലേ വീട്ടിലും കൂടെ കൊണ്ട് കൊടുക്കാമെന്ന് വെച്ചാൽ എൻ്റെ വീട് അടുത്താണേ. അങ്ങനെ ഞാൻ ചക്കയും കറിയും പൊരിച്ച മീനും എല്ലാം കൂടെ മോരും ഒക്കെ ആയിട്ട് വീട്ടിലും കൂടെ കൊണ്ട് കൊടുക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ.